മഞ്ഞുമലകളുടെ നിശബ്ദതയും നാട്ടിൻപുറത്തെ പച്ചപ്പും തമ്മിലുള്ള ദൂരത്തേക്കാൾ വലുതായിരുന്നു ആ കുടുംബത്തിന്റെ നോവ്. രാജ്യത്തിനായി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു മകനും അവന്റെ അഭാവത്തിൽ തളർന്നുപോയ ഒരമ്മയും, അവർക്ക് തണലാകാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയും. അധികാരത്തിന്റെ അന്ധത ഒരു കുടുംബത്തിന്റെ പ്രകാശത്തെ എങ്ങനെയെല്ലാം കെടുത്തിക്കളയാമെന്നതിന്റെ കണ്ണീരിൽ കുതിർന്ന സാക്ഷ്യമാണ് ഈ കഥ. ലഡാക്കിലെ സെക്ടറിൽ ഒരു ചെറിയ ഔട്ട്പോസ്റ്റ്. പുറത്ത് മഞ്ഞുകാറ്റ് ഒരു ഭ്രാന്തനെ പോലെ അലറുന്നുണ്ട്. -30 ഡിഗ്രി തണുപ്പിൽ തന്റെ റൈഫിൾ മുറുകെ പിടിച്ച് ശ്രീജിത്ത് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് അവന്റെ വിരലുകളെ മരവിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ ചൂട് അവന്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. നാട്ടിലിപ്പോൾ തുലാവർഷം തുടങ്ങിക്കാണും. ഓടിട്ട തറവാട് വീടിന്റെ ഉമ്മറത്ത് ശ്വാസം മുട്ടലോടെ ഇരിക്കുന്ന അമ്മയെ അവൻ സ്വപ്നം കണ്ടു. ശ്രീജിത്തെ, നീ എപ്പോ വരും എന്ന അമ്മയുടെ പതിവ് ചോദ്യം അവന്റെ കാതുകളിൽ മുഴങ്ങി. അപ്പോഴാണ് പോക്കറ്റിലിരുന്ന സാറ്റലൈറ്റ് ഫോൺ ശബ്ദിച്ചത്. മറുതലയ്ക്കൽ അനിയത്തി ആതിരയുടെ വിറയ്ക്കുന്ന ശബ്ദം. ഏട്ടാ, അമ്മയ്ക്ക് തീരെ വയ്യ, ICUവിലാണ്. ഹൃദയത്തിലെ വാൽവിന് ബ്ലോക്കുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ വേണം. 5 ലക്ഷം രൂപ ഉടനെ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അഡ്വാൻസ് അടയ്ക്കാതെ ഓപ്പറേഷൻ തുടങ്ങില്ലെന്ന് അവർ പറയുന്നു. എന്തു ചെയ്യും ഏട്ടാ? ശ്രീജിത്തിന്റെ കാലുകൾ വിറച്ചു. ചുറ്റുമുള്ള ഹിമാലയൻ പർവ്വതങ്ങൾ തന്റെ തലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നതുപോലെ അവന് തോന്നി. ആ വിജനതയിൽ ആർക്കും കേൾക്കാനാകാത്ത വിധം അവന്റെ ഹൃദയം നിലച്ചു. ഫോൺ കട്ടായതിനു ശേഷവും ശ്രീജിത്ത് ആ മഞ്ഞുകാറ്റിൽ പ്രതിമയെ പോലെ നിന്നു. കണ്ണുനീർത്തുള്ളികൾ അവന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി താടിയിൽ മഞ്ഞുകട്ടകളായി ഉറച്ചു. രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ വിധിക്കപ്പെട്ടവന് സ്വന്തം അമ്മയുടെ ചാരത്തെത്താൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടണം. ആ നിസ്സഹായത അവനെ ശ്വാസം മുട്ടിച്ചു. ക്യാമ്പിൽ തിരിച്ചെത്തിയ ശ്രീജിത്തിന്റെ തളർച്ചയും വിറയ്ക്കുന്ന കൈകളും സുഹൃത്തായ സന്ദീപിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രീജിത്ത്, നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ മുഖം എന്തിനാ ഇത്ര വിളറിയിരിക്കുന്നത്? സന്ദീപ് അവന്റെ തോളിൽ കൈവച്ചു. പൊട്ടിപ്പോയ അണക്കെട്ട് പോലെ ശ്രീജിത്ത് സന്ദീപിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞു. കാര്യമറിഞ്ഞ സന്ദീപിന്റെ കണ്ണുകളും ഈറനണിഞ്ഞു. യൂണിറ്റ് കമാൻഡർ മേജർ സിംഗ് ഈ വിവരമറിഞ്ഞപ്പോൾ ഒട്ടും വൈകിച്ചില്ല. ആ രാത്രിയിലെ ഡിന്നർ ടൈമിൽ മെസ്സിൽ എല്ലാ സൈനികരും ഒത്തുകൂടി. സാധാരണ കേൾക്കാറുള്ള തമാശകളോ ചിരിയോ അവിടെ ഉണ്ടായിരുന്നില്ല. മേജർ സിംഗ് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജവാന്മാരെ, നമ്മളിവിടെ അതിർത്തി കാക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ അവിടെ സുരക്ഷിതമായി ഉറങ്ങാനാണ്. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു സഹോദരന്റെ കുടുംബം അപകടത്തിലാണ്. ശ്രീജിത്തിന്റെ അമ്മയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണം. 5 ലക്ഷം രൂപയാണ് ആവശ്യം. നമ്മുടെ കയ്യിൽ വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലായിരിക്കാം, പക്ഷേ നമുക്ക് പരസ്പര താങ്ങായി നിൽക്കാനുള്ള ഹൃദയമുണ്ട്. ശ്രീജിത്തിന്റെ അമ്മയെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മേജറുടെ വാക്കുകൾ കേട്ട് ഓരോ സൈനികനും എഴുന്നേറ്റ് നിന്നു. ചിലർ തങ്ങളുടെ മാസശമ്പളം മുഴുവനായി നൽകി. ചിലർ വീട്ടിലെ അത്യാവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന പണം കൊണ്ടുവന്നു. ഒരു യൂണിറ്റ് മൊത്തം ഒരു കുടുംബമായി മാറുന്ന കാഴ്ചയായിരുന്നു അത്. രക്തബന്ധമില്ലാത്തവർ തമ്മിലുള്ള ആത്മബന്ധം. മണിക്കൂറുകൾക്കുള്ളിൽ പലരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് ആ തുക സമാഹരിക്കപ്പെട്ടു. പിറ്റേന്ന് പുലർച്ചെ 5 ലക്ഷം രൂപ ആതിരയുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് മെസ്സേജ് വന്നപ്പോൾ ശ്രീജിത്ത് കരഞ്ഞുകൊണ്ട് തന്റെ സഹപ്രവർത്തകരെ കെട്ടിപ്പിടിച്ചു. അവൻ ആതിരയെ വിളിച്ചു. മോളെ, പണം വന്നിട്ടുണ്ട്. നീ ഒട്ടും വൈകിക്കണ്ട. അമ്മയുടെ ശസ്ത്രക്രിയയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്. ദൈവത്തെ പോലെ എൻ്റെ സുഹൃത്തുക്കൾ കൂടെയുണ്ട്. ഞാനിതാ കമാൻഡറിനോട് സംസാരിച്ചു. ഏറ്റവും അടുത്ത വിമാനത്തിൽ തന്നെ നാട്ടിലേക്ക് വരാൻ നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കെ. ആതിരയുടെ മറുപടിക്കായി കാക്കാതെ അവൻ വേഗം തന്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഉള്ളിൽ ഒരേയൊരു പ്രാർത്ഥന മാത്രം. അമ്മേ, ഞാൻ വരുന്നതുവരെ കാത്തിരിക്കണേ. ആതിരയ്ക്ക് ലോകം തിരികെ കിട്ടിയതുപോലെ തോന്നി. ബാഗിൽ നിന്നും പണവുമായി തന്റെ പഴയ സ്കൂട്ടറിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ബാഗിനുള്ളിൽ അമ്മയുടെ ജീവനാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഓരോ ട്രാഫിക് സിഗ്നലും കടക്കുമ്പോൾ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നഗരത്തിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു പോലീസ് ജീപ്പ് റോഡിന് കുറുകെ കിടക്കുന്നു. വാഹന പരിശോധനയാണ്. SI പവിത്രൻ ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് ഗമയിൽ നിൽക്കുന്നു. ആതിരയെ അയാൾ കൈകാട്ടി നിർത്തി. ആവലാതിയോടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാളിലെ അധികാരി ഉണർന്നു. എന്താ ഇത്ര ധൃതി? വണ്ടിക്ക് പേപ്പറുണ്ടോ? പവിത്രൻ ഗർജിച്ചു. ആതിര പതറിപ്പോയി. സാർ, പേപ്പറെല്ലാം വീട്ടിലാണ്. അമ്മ ഹോസ്പിറ്റലാണ്. അടിയന്തരമായി അവിടെ എത്തണം. ബാഗിൽ എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അവൾ പണമാണെന്ന് പറഞ്ഞതോടെ പവിത്രന്റെ കണ്ണുകൾ തിളങ്ങി. 5 ലക്ഷമോ? ഇതിന് രേഖയുണ്ടോ? കള്ളപ്പണമാണോ എന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. നിന്നെ ഇപ്പോൾ വിടാൻ പറ്റില്ല. ആതിരയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുകി. അവൾ പവിത്രന്റെ കാല് പിടിച്ചു.
സാർ, ഇതെന്റെ ഏട്ടൻ. അതിർത്തിയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരനാണ്. അവന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നതാണ്. ദയവായി സാർ. അമ്മ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. പണം കൊടുത്തില്ലെങ്കിൽ അവർ അമ്മയെ തൊടില്ല സാർ. പവിത്രൻ പരിഹാസത്തോടെ ചിരിച്ചു. പട്ടാളക്കാരനാണെങ്കിൽ എന്താ? ബോർഡറിൽ നിൽക്കുന്നവനെല്ലാം കള്ളപ്പണം കടത്തുകയാണോ എന്ന് ആര് കണ്ടു? നിയമം എല്ലാവർക്കും ഒന്നാണ്. ഈ പണം ഇവിടെ പിടിച്ചുവെക്കും. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞേ വിടൂ. അയാൾ സൈനിക സേവനത്തെയും ശ്രീജിത്തിനെയും പച്ചയായ ഭാഷയിൽ അധിക്ഷേപിച്ചു. ആതിരയെ വലിച്ചിഴച്ച് പോലീസ് ജീപ്പിലിരുത്തി. സ്റ്റേഷനിലെത്തിയ ശേഷവും അവളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് വന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും ആ ക്രൂരൻ അവളെ അനുവദിച്ചില്ല. ആശുപത്രിയിലെ കാർഡിയാക് ഐസിയുവിന് മുന്നിൽ സമയം നിശ്ചലമായിരുന്നു. ഇടനാഴിയിലെ പഴയ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മരണത്തിന്റെ കാൽപെരുമാറ്റം പോലെ അനുഭവപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്കായി എല്ലാം തയ്യാറാക്കി നിർത്തിയ ഡോക്ടർ ഐസക് പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കി. ആതിരയെ അവിടെ എങ്ങും കാണാനില്ല. അമ്മയുടെ ഹൃദയം പണിമുടക്കാൻ തുടങ്ങിയിരിക്കുന്നു. മെഡിക്കേഷൻസ് നൽകി എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷന്റെ ഇരുളടങ്ങിയ മൂലയിൽ ആതിര തളർന്നിരിക്കുകയായിരുന്നു. അവളുടെ ഫോൺ പവിത്രൻ പിടിച്ചു വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. സാർ, അമ്മയെ ഒന്ന് വിളിച്ചോട്ടെ. പണം വേഗം എത്തിച്ചില്ലെങ്കിൽ അവർ ചികിത്സിക്കില്ല സാർ. അവളുടെ തൊണ്ടയിടറി. പക്ഷേ പവിത്രൻ തന്റെ ലാത്തി കറക്കിക്കൊണ്ട് പുകയില ചവച്ചുകൊണ്ടിരുന്നു. അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവനല്ല, അയാളിലെ അധികാരത്തിന്റെ വിജയമായിരുന്നു അയാൾക്ക് വലുത്. ഏകദേശം 5 മണിയോടെ പവിത്രൻ അവളെ വിട്ടയച്ചു. പണവുമായി അവൾ റോഡിലൂടെ സ്കൂട്ടർ പറപ്പിച്ചു. കണ്ണുനീർ കാഴ്ചയെ മറയ്ക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ അവൾ കണ്ടത് തിയേറ്ററിന് മുന്നിലെ ചുവന്ന ലൈറ്റ് അണങ്ങിയിരിക്കുന്നതാണ്. ഇടനാഴിയിൽ നിൽക്കുന്ന അയൽവാസിയായ പ്രകാശൻ മാമൻ മുഖം താഴ്ത്തി നിന്നു. ആതിരയുടെ പാദങ്ങൾ മരവിച്ചു. അവൾ പതുക്കെ വാർഡ് നമ്പർ 4ലേക്ക് നടന്നു. വാതിലിനപ്പുറത്ത് ഒരു നീണ്ട മേശപ്പുറത്ത് വെള്ളത്തുണി പുതപ്പിച്ച ഒരു ശരീരം. അത് തൻ്റെ അമ്മയാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ വെള്ളത്തുണി നീക്കി. ശാന്തമായി ഉറങ്ങുന്നത് പോലെ അമ്മ. പക്ഷേ ആ നെറ്റിയിൽ പതിവുള്ള ചൂടില്ലായിരുന്നു. ആ ഹൃദയമിടിപ്പ് നിന്നിരിക്കുന്നു. അമ്മേ എന്ന അവളുടെ ആർത്തനാദം ആ ആശുപത്രിയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവൾ അമ്മയുടെ തണുത്ത കൈകൾ തൻ്റെ മുഖത്തോട് ചേർത്തു. ആ നിമിഷം അവളുടെ ലോകം അവസാനിച്ചിരുന്നു. മകൾ പണവുമായി എത്തുന്നത് നോക്കി ആ അമ്മ എത്ര നേരം കാത്തിരുന്നിട്ടുണ്ടാകും. താൻ വരാത്തതിൽ ആ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. മരവിച്ച മനസ്സുമായി അവൾ ലഡാക്കിലെ മഞ്ഞുമലയിൽ നിൽക്കുന്ന സഹോദരനെ വിളിച്ചു. ശ്രീജിത്ത് അപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള വിമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഏട്ടാ, നമ്മുടെ അമ്മ പോയി. ആതിരയുടെ ശബ്ദം ഇടറിത്തെറിച്ചു. അമ്മയെ കൊന്നതാണ് ഏട്ടാ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിട്ടില്ല. ഞാൻ പണം കൊണ്ടുവരുന്നത് നോക്കി എൻ്റെ അമ്മ എത്ര നേരം കിടന്നു കാണും. ഏട്ടാ, അമ്മയെ അവർ കൊന്നതാണ്. നാട്ടിലെത്തിയ ശ്രീജിത്ത് അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ മറ്റൊരു തീ ആളി പടരുന്നുണ്ടായിരുന്നു. അവധിയിലുണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തുക്കളായ 20ഓളം സൈനികരും ആതിരയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ രോക്ഷാകുലരായി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി. സ്റ്റേഷൻ ആക്രമിക്കാൻ തയ്യാറായി നിന്ന് അവരെ തടഞ്ഞത് അവരുടെ പഴയ കമാൻഡിംഗ് ഓഫീസറായ മേജർ വർമ്മയായിരുന്നു. ശ്രീജിത്ത്, നിങ്ങൾ രാജ്യത്തിന്റെ കാവൽക്കാരാണ്. നിയമം കയ്യിലെടുത്താൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് വേണ്ടത് പ്രതികാരമല്ല, നീതിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ വിഷയം ജില്ലാ കളക്ടറുടെ മുന്നിലെത്തി. മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷമാക്കി. പവിത്രന്റെ മുൻകാല ക്രൂരതകളും അഴിമതികളും ഓരോന്നായി പുറത്തുവന്നു. ആതിരയെ അനാവശ്യമായി തടഞ്ഞുവെച്ചതിന് ശാസ്ത്രീയമായ തെളിവുകൾ, ഫോൺ ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ എന്നിവ കളക്ടർക്ക് ലഭിച്ചു. ജില്ലാ സെഷൻസ് കോടതിയുടെ മുറ്റത്ത് അന്ന് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. മാധ്യമങ്ങളും നാട്ടുകാരും വിധി അറിയാൻ കാത്തുനിന്നു. കോർട്ട് ഹാളിനുള്ളിൽ കനത്ത നിശബ്ദത. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പവിത്രന്റെ മുഖത്ത് പഴയ ഗമയുടെ നിഴൽ പോലുമില്ലായിരുന്നു. മുഷിഞ്ഞ വസ്ത്രവും താടി വളർന്ന മുഖവുമായി അയാൾ തറയിലേക്ക് നോക്കി നിന്നു. മറുവശത്ത് ആതിരയും ശ്രീജിത്തും കറുത്ത വസ്ത്രമണിഞ്ഞ് ഒരേ ഇരിപ്പിരുന്നു. ആതിരയുടെ കൈകൾ ശ്രീജിത്ത് മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിധി പ്രസ്താവിക്കാനായി ജഡ്ജി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം തൻ്റെ മുന്നിലുള്ള ഫയലുകൾ ഓരോന്നേ മറിച്ചുകൊണ്ട് ഗൗരവത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഈ കേസ് വെറുമൊരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ പിഴവല്ല. ഇതൊരു പച്ചയായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. പവിത്രൻ എന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ യൂണിഫോമിന് നൽകിയ അധികാരം സഹജീവികളെ സഹായിക്കാനല്ല, മറിച്ച് തൻ്റെ അഹന്ത പ്രകടിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. ഒരു പെൺകുട്ടി തൻ്റെ അമ്മയുടെ ജീവന് വേണ്ടി കരഞ്ഞപേക്ഷിച്ചിട്ടും ആ പണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നിട്ടും പരിശോധനയുടെ പേരിൽ മണിക്കൂറുകൾ അവളെ തടഞ്ഞുവെച്ചത് ക്രൂരതയാണ്.
ജഡ്ജി തുടർന്നു. സൈനികർ അതിർത്തിയിൽ ജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്നത് നാടിന്റെ സുരക്ഷയ്ക്കാണ്. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. പക്ഷേ ഇവിടെ ആ വിശ്വാസമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. കോർട്ട് ഹാളിൽ ശ്വാസം അടക്കി പിടിച്ച നിമിഷങ്ങൾ. ഒടുവിൽ ജഡ്ജി ശിക്ഷ വിധിച്ചു. പ്രതിയായ പവിത്രൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അധികാര ദുർവിനിയോഗത്തിനും മനഃപൂർവമല്ലാത്ത കൊലപാതകത്തിനും സമാനമായ കുറ്റകൃത്യത്തിനും അയാൾക്ക് 7 വർഷം കഠിന തടവും 1,00,000 രൂപ പിഴയും വിധിക്കുന്നു. പിഴത്തുക മരിച്ച സ്ത്രീയുടെ മകൾക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടതാണ്. വിധി കേട്ടതും പവിത്രൻ തളർന്നു വീണു. പോലീസുകാർ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. ജനക്കൂട്ടത്തിന്റെ രോക്ഷത്തിനിടയിലൂടെ അയാൾ തലകുനിച്ച് നടന്നു. നീതിയുടെ മുന്നിൽ ആ അധികാര ഗർവ് മണ്ണടിഞ്ഞു. ആതിര ശ്രീജിത്തിന്റെ തോളിലേക്ക് ചാഞ്ഞു കടന്ന് കരഞ്ഞു. പക്ഷേ ആ കണ്ണുനീർ സന്തോഷത്തിൻ്റെതായിരുന്നില്ല. തന്റെ അമ്മയ്ക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ആദരവിൻ്റെതായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ശ്രീജിത്ത് വീണ്ടും അതിർത്തിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. പോകുന്നതിന് മുൻപ് അവൻ ആതിരയെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളെ, നമുക്ക് നീതി ലഭിച്ചു. പക്ഷേ അമ്മ ഇനി വരില്ല. നമ്മുടെ യൂണിഫോം ബഹുമാനിക്കപ്പെടേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്. പവിത്രനെ പോലെയുള്ളവർ ഉള്ളപ്പോൾ തന്നെ വർമ്മ സാറിനെ പോലുള്ളവരും ഈ നാട്ടിലുണ്ട്. നന്മ മരിച്ചിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിൽ കാവൽ നിൽക്കുമ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ കാണുന്നത് അമ്മയുടെ ചിരിക്കുന്ന മുഖമാണ്. കാരണം തന്റെ അനിയത്തി സുരക്ഷിതയാണെന്നും നീതി നടപ്പിലായെന്നും അവനറിയാം. അധികാരമെന്നത് അടിച്ചമർത്താനല്ല, താഴ്ന്നവനെ കൈപിടിച്ചുയർത്താനാണ്. മാനുഷിക മൂല്യങ്ങൾ ബലി കൊടുത്ത് നടപ്പിലാക്കുന്ന നിയമം നീതിയല്ല, മറിച്ച് അനീതിയാണ്. സൈനികരും പോലീസുകാരും പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുമ്പോഴേ ഒരു രാജ്യത്തിന് യഥാർത്ഥ സംരക്ഷണം ലഭിക്കും. ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയാൻ മറക്കരുതേ. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്